കാലം ചെയ്ത ശ്രേഷ്ഠ ഭാവിയുടെ കബറിങ്കിൽ സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം പാത്രിയാർക്കീസ് ബാവ നടത്തിയ പ്രസംഗം. ബാറക് മോറന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമീൻ. My beloved brother in Christ, His Eminence Joseph Mor Gregorios, the Malankara Metropolitan and the assistant to the Catholicos, beloved brothers, the Metropolitans of our church, both from Malankara as well as those who accompany us today on this pilgrimage to our church in Malankara. നമ്മുടെ കർത്താവിൽ നമ്മുടെ ആത്മീയ സഹോദരൻ മലങ്കര മെത്രാപ്പോലീത്തായും കാതോലിക്ക അസിസ്റ്റന്റുമായ അഭിയുന്ന പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി, അഭിയുന്നരായ പിതാക്കന്മാർ, ഇന്ന് ഈ അനുഗ്രഹീത ദിവസം എന്നോടുകൂടെ ആയിരിക്കുന്ന അഭിയുന്നരായ പിതാക്കന്മാരെ, beloved spiritual children, Rabba Chamare, Chamare, the office bearers of our church, the managing and working committees, the trustees, the secretaries, Vaisale Makale. നിരായ റംബാച്ചന്മാർ, ബഹുമാനരായ വൈദിക ശ്രേഷ്ഠർ, ചമാശന്മാർ, സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ അൽമായ സെക്രട്ടറി, അതുപോലെ തന്നെ അൽമായ ട്രസ്റ്റി, സഭാ ഭാരവാഹികൾ, വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വാത്സല്യ മക്കളെ. At the end of this evening prayer, which was sung mostly in Syriac, the language of our Lord and Savior Jesus Christ and the language of our church and your forefathers from the beginning of Christianity, we wish to raise our gratitude and thankfulness to our Heavenly Father for blessing us with this time to be with our beloved church in Malankara. ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥന ഭൂരിഭാഗവും നമ്മുടെ കർത്താവ് സംസാരിച്ച സുറിയാനി ഭാഷയിൽ ആയിരുന്നു. നമ്മുടെ പൈതൃകമായി നമ്മുടെ പിതാക്കന്മാർ പകർന്നു തന്ന ആ ഭാഷയിൽ ഇന്ന് നമ്മൾ ആരാധന നടത്തുമ്പോൾ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. As we are entering the church, seeing these crowds who are eager to see their spiritual father and to be blessed through him by God, you brought tears to my eyes and you reminded me once again of my responsibility towards each one of you as your spiritual father. നിങ്ങളുടെ ആത്മീയ പിതാവെന്ന നിലയിൽ ഇന്ന് നിങ്ങളോടൊരുമിച്ച് ആയിരിക്കുവാൻ അത്യധികമായി സന്തോഷിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ വലിയ ഉത്തരവാദിത്വവും ചുമതലയുമായി നാം അത് കാണുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. Your love, your faith and your loyalty and dedication to your holy church and the holy throne of Antioch always makes us feel that we are first unworthy to be your spiritual fathers, and second that we are not doing enough to take care of all of you. നിങ്ങളുടെ വിശ്വാസസ്ഥിരതയും പരിശുദ്ധ സിംഹാസനത്തോടുള്ളതായ നിങ്ങളുടെ ആദരവും അതെല്ലാം കാണുമ്പോൾ എനിക്ക് അർഹിക്കുന്ന തരത്തിൽ നിങ്ങളെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കുകയാണ്. അത്രമാത്രം ഈ സഭയുടെ മക്കൾ നമ്മെ സ്നേഹിക്കുകയും വിശ്വാസത്തിൽ തീഷ്ണതയോടുകൂടെ അതിലായിരിക്കുകയും ചെയ്യുന്നു. Because as much as we do and whatever we do on your behalf is not enough to reward your faith and your love. എത്രമാത്രം ഞാൻ എന്തെല്ലാം ചെയ്താലും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ത്യാഗവും ആ കഷ്ടപ്പാടുകളും എല്ലാം ഓർക്കുമ്പോൾ അത് മതിയാവുകയില്ല, തികയില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. But it also reminds us that your love and your dedication is to God and to His church, not to us. We are only servants of this church, servants of the people of God. നിങ്ങളുടെ ഈ സ്നേഹവും വിശ്വാസവുമെല്ലാം അത് സർവശക്തനായ ദൈവത്തോടുള്ളതായ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സമർപ്പണവുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കർത്താവിൻ്റെ ശുശ്രൂഷകനായി നിങ്ങളുടെ ശുശ്രൂഷയിലായിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. The Patriarch, the Metropolitans, of course the Catholicos, the Achens, the church committees are only
stewards, servants, appointed to serve his people. പാത്രിയർക്കീസ് ബാവായും മെത്രാപ്പൊലീത്തമാരും അച്ഛന്മാരും റബ്ബാച്ചന്മാരും അവരെല്ലാവരും കർത്താവിൻ്റെ ശുശ്രൂഷകരായി ദൈവത്തിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുവാനായിരിക്കുന്ന ശുശ്രൂഷകർ മാത്രമാണ്. It's a calling by God and a responsibility that we hope we will be able to carry and to fulfill, so that God may reward us according to his rich mercies. സർവശക്തനായ ദൈവത്തിൻ്റെ ആ വലിയ വിളിയാണ് ഞങ്ങളെ ഇതിൽ നിയോഗിക്കുമ്പോൾ തന്നെ വലിയ ഒരു ഉത്തരവാദിത്വം, പരിശുദ്ധ സഭയെ സഭാമക്കളെ സേവിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ കൃപയാൽ അത് നിർവഹിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. Because if we fail this responsibility, if we do not do enough, we have to give an account for that in the presence of God and in front of his holy throne. ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ വീഴ്ച വരുത്തുന്നുവെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായ ഒരു വലിയ കാര്യമുണ്ട് എന്നുള്ളത് ഓർക്കുകയാണ്. Therefore, we ask you always to pray for your spiritual fathers, for all of us, patriarch, bishops, clergy, that we may be good stewards and hard-working servants of God on your behalf. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഉത്തമരായ ശുശ്രൂഷകരായിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപയും ശക്തിയും ലഭിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. Today, the Holy Church celebrated the 6th Sunday of Advent, preparing for the feast of the Incarnation of the Lord, Eid al-Mawludo, which is Sunday dedicated to the birth of Yohanan Ma'amdono. ഇന്ന് പരിശുദ്ധ സഭയുടെ ക്രമീകരണം അനുസരിച്ച് നമ്മുടെ കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ചുള്ളതായ ആ 6ാമത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് പരിശുദ്ധനായ യൂഹാനോൻ മാബ്ദാനയുടെ ആ ജന്മദിനമായിട്ട് പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുകയാണ്. And today and tomorrow we are commemorating the 40th memorial of the late Catholicos Mor Baselios Thomas I. അതോടൊപ്പം തന്നെ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നും നാളെയുമായി ഭാഗ്യസ്മരണീയനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ 40ാം ഓർമ്മദിനവും പരിശുദ്ധ സഭ ആചരിക്കുകയാണ്. And it's not a coincidence that this memorial falls on this particular Sunday. We believe there is divine providence in that, because there are so many similarities between the late Catholicos and our great prophet and saint Yohanan Ma'amdono. യോഹന്നാൻ മാബ്ദാനയുടെ ജന്മദിനത്തിന്റെ ഈ ദിവസം തന്നെ നമ്മുടെ ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെ 40ാം ഓർമ്മദിനം വന്നത് യാദർച്ഛികമല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. യോഹന്നാൻ മാബ്ദാനയും പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബാവാ തിരുമേനിയും തമ്മിൽ അനേക സാദൃശ്യങ്ങൾ എനിക്ക് കാണുവാൻ സാധിക്കും. We cannot speak about all the virtues that both had, but it's enough to mention just one of them, and that is the zeal by which Yohanan Ma'amdono taught the teachings of God and faced kings and rulers in order to uphold the divine laws and to uphold the truth. യോഹന്നാൻ മാബ്ദാനയുടെ അതുപോലെ ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെയും ആ സവിശേഷതകളും ഗുണവിശേഷങ്ങളും വിവരിക്കുവാൻ ഒത്തിരി സമയം ആവശ്യമുണ്ട്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിശ്വാസത്തിനു വേണ്ടി, കർത്താവിനു വേണ്ടി സാക്ഷ്യം വഹിച്ച് സത്യത്തിന് സാക്ഷ്യമാകുവാൻ തക്കവണ്ണം അത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ച ആ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം പ്രത്യേകമായി പരാമർശിക്കുകയാണ്. And because of his defense of truth and wanting to tell the truth and to implement the truth, he suffered a lot. And he was called by our church as Koruz Qushto, the one who preaches the truth. Koruzot Qushto, the preacher of the truth. That's Yohanan Ma'amdono. സത്യത്തിനോടുള്ളതായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ സത്യത്തിനു വേണ്ടി അദ്ദേഹം നിലകൊണ്ടതുകൊണ്ട് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നതായ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും അതെല്ലാം സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ
സത്യത്തിന്റെ സുവിശേഷകൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. And he suffered a lot for that. And ultimately he gave the highest price, and that is sacrificing his life for the truth. സത്യത്തിനു വേണ്ടി നിലകൊണ്ടതിന്റെ പരിണിത ഫലമായി അദ്ദേഹത്തിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. തന്റെ ജീവൻ തന്നെ സത്യത്തിനു വേണ്ടി സാക്ഷിയായി നൽകേണ്ടി വന്നവനായിരുന്നു യൂഹാനോൻ മാബ്ദോനോ. And when we look at the life of our late lamented Catholicos Bava, we see he also defended the truth of the faith of the church, defended the truth of the teachings of the church, of the history of the church, and he faced rulers and great people, authorities, both peacefully and sometimes even struggling with his age and everything to uphold the truth, sitting in front of churches trying to defend, physically to defend these churches by protecting the people of these churches. നമ്മുടെ ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെ ജീവിതത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതയാത്രയും സത്യത്തിനു വേണ്ടിയുള്ളതായ നിലകൊണ്ടതായ ആ വലിയ അനുഭവങ്ങളായിരുന്നു. സത്യത്തിനു വേണ്ടിയുള്ളതായ ആ പോരാട്ടത്തിൽ സഭയുടെ സത്യവിശ്വാസം കാത്തു സംരക്ഷിക്കുവാനും സഭയുടെ സത്യവും ദൈവീക സത്യവും പരിപാലിക്കുവാനുമായി അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾക്കും കഷ്ടപ്പാടിനും കണ്ണുനീരിനും കണക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ചില സന്ദർഭങ്ങളിൽ സത്യത്തിനു വേണ്ടി നിലകൊണ്ട് തൻ്റെ മക്കളോടൊരുമിച്ച് ചില സ്ഥലങ്ങളിൽ പീഡനങ്ങളും കഷ്ടപ്പാടുകളും വന്നപ്പോൾ വഴിയരികിലും മഴ നനഞ്ഞുമെല്ലാം ഇരുന്ന ഈ സഭയുടെ സത്യവിശ്വാസവും സത്യവും കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ശ്രേഷ്ഠ ബാബാ തിരുമേനി അനുഭവിച്ച ത്യാഗങ്ങൾ പരിശുദ്ധ സഭയ്ക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്തതാണ്. And like Mor Yohano Mamdono, Catholicos Bava preached the truth in the face of many lies and fabrications that were and continue to be spread and propagated by self-proclaimed historians, by people who deny the truth of the faith, by people who make up stories about the history of the church and about the tradition and the faith of the people. പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിനും സത്യവിശ്വാസത്തിനും എതിരായി പല വ്യാജമായ സത്യങ്ങൾ വളച്ചൊടിച്ച് വ്യാജമായ രീതിയിൽ അതിനെ ചിലർ വ്യാഖ്യാനിച്ചപ്പോഴും അതോടൊപ്പം തന്നെ സത്യത്തിൻ്റെ വഴികളിൽ നിന്ന് മറ്റു മാർഗങ്ങളിലൂടെ ചിലർ മാറിപ്പോയപ്പോഴും അവിടെയെല്ലാം തൻ്റെ പ്രസംഗങ്ങൾ കൊണ്ടും തൻ്റെ ജീവിതം കൊണ്ടും സത്യസഭയുടെ സത്യവിശ്വാസത്തെ കാത്തു സംരക്ഷിച്ച വിശ്വാസത്തിൻ്റെ കാവൽ പഠനം കൂടെയായിരുന്നു നമ്മുടെ ശ്രേഷ്ഠ ബാവാ തിരുമേനി. He also had to pay high price for his stand for the truth. Physically he suffered, spiritually and even mentally he was suffering when he sees his people suffering to defend their faith and their churches. തൻ്റെ ജനം കഷ്ടത അനുഭവിച്ചിടത്തെല്ലാം തൻ്റെ മക്കളോടൊരുമിച്ച് ആ സത്യത്തിനു വേണ്ടിയുള്ളതായ ബാവായുടെ പോരാട്ടത്തിൽ അദ്ദേഹം ശാരീരികമായും മാനസികമായും എല്ലാം ഒത്തിരി ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ട് സത്യവിശ്വാസത്തെ സംരക്ഷിച്ച ഒരു ശ്രേഷ്ഠാചാര്യനായിരുന്നു നമ്മുടെ ബാബാ തിരുമേനി. He used to say that I am the one who is sued more than anybody else. 380 cases are against me. എപ്പോഴും ശ്രേഷ്ഠ ബാബാ തിരുമേനി പറയുന്നത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഏതാണ്ട് 385 കേസുകൾ ഉള്ളതായ ഒരാളാണ് ഞാനെന്ന് എപ്പോഴും ബാബാ തിരുമേനി ഓർമ്മപ്പെടുത്തുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. And for that stand for the truth, he conquered the hearts of our people here in Malankara and elsewhere. For that reason, people loved him and respected him, and we saw that very clearly during the funeral and the memorials, as well as we saw many heads of churches and politicians
and heads of parties and others coming and paying their respect for a remarkable man. ശ്രേഷ്ഠ ബാവാ തിരുമേനി എത്രമാത്രം സഭാമക്കളുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രീയക്കാരും സാമുദായിക നേതാക്കന്മാരും ഉൾപ്പെടെ ഈ സമൂഹത്തിലെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ എത്രമാത്രം സ്ഥാനം പിടിച്ച ആളായിരുന്നുവെന്നുള്ളത് ബാബായുടെ കബറടക്ക ശുശ്രൂഷയുടെ സന്ദർഭത്തിലും അതിനുശേഷവുമുള്ളതായ ആയിരങ്ങളുടെ സാന്നിധ്യവും ആ ബാബാ തിരുമേനിക്ക് നൽകിയതായ വലിയ യാത്രയപ്പുമെല്ലാം എത്രമാത്രം മനുഷ്യ ഹൃദയങ്ങളിൽ, സഭാമക്കളുടെ ഹൃദയങ്ങളിൽ ബാബായ്ക്ക് സ്ഥാനമുണ്ടായിരുന്നു എന്നതിന്റെ വലിയ സാക്ഷ്യമായി നിൽക്കുകയാണ്. And I'm quite sure that even now, if he was among us here, he would tell our faithful people to stand for the truth, to protect their faith, and to strengthen their loyalty to the Holy Throne. That was always his message. ബാബാ തിരുമേനി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും സത്യത്തിൽ തന്നെ ചരിപ്പാനും അതോടൊപ്പം തന്നെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ളതായ കൂറും വിധേയത്വവും കാത്തു സംരക്ഷിക്കുവാനും നമ്മോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ ഇപ്പോഴും അത് ചെയ്യുമെന്നുള്ളതിന് എനിക്ക് ഉറപ്പുണ്ട്. And he made that very clear in his will and testimony, the real one, the signed one, and the one that is registered. He made it very clear that our faithful people should always stand with the Holy Throne and be loyal and faithful to the Holy Throne. ബാബാ തിരുമേനിയുടെ വിൽപത്രത്തിൽ പോലും എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് പൂർവ്വം വിധേയത്വവുമായി സിംഹാസനത്തോട് ചേർന്ന് ജീവിക്കണമെന്ന് തന്റെ വിൽപത്രത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ബാബാ തിരുമേനി ദൈവസന്നിധിയിലേക്ക് യാത്രയായതെന്ന് നമുക്കറിയാം. Therefore, as we gather tonight and tomorrow to commemorate a great man, a fruitful life, a blessed life, we pray on his behalf that the Lord may reward him with the wise stewards and according to the many good things he has done for the church, that his eternal rest may be among the saints in the heavenly abodes. And we ask him to pray for our church, for his flock, where he is with the angels. ഇന്നും നാളെയുമായി ശ്രേഷ്ഠ ബാബാ തിരുമേനിയുടെ ആ 40-ാം ഓർമ്മ ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഇന്ന് സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് വിശുദ്ധന്മാരോട് ഒരുമിച്ച് തൻ്റെ സഭയുടെ മക്കൾക്ക് വേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ശ്രേഷ്ഠ ബാബാ തിരുമേനി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ ഗണത്തിൽ ആയിരിക്കുന്നു എന്നുള്ളത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. And as much as we are sad by his departure, but we are also sure of God's care for his church. We know the Lord will continue to be with his church. He has protected the church for 2,000 years in spite of great difficulties and persecutions, and also including the church here in Malankara, which late Mafriono was heading. This church also will continue to witness and live the faith through the new generations of leaders that God always sends to his church. പരിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2000 വർഷത്തോളമായി പീഡനങ്ങളുടെയും അതോടൊപ്പം തന്നെ അനേകതായ പ്രതിസന്ധികളുടെയും ഘട്ടത്തിലൂടെ കടന്നുപോയതായ കാലഘട്ടങ്ങൾ മലങ്കരയെ സംബന്ധിച്ചിടത്തോളവുമാണെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ചരിത്രമാണ് ഇവിടെയുള്ളത്. ശ്രേഷ്ഠ പുണ്യശ്ലോകനായ അബൂൻ മോർ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവായും ശ്രേഷ്ഠ അബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുമെല്ലാം ഈ സഭയുടെ സത്യവിശ്വാസത്തിൽ പീഡനങ്ങളിലും പ്രതിസന്ധികളിലും സഭയ്ക്ക് മുന്നോട്ട് പോകുവാൻ നമ്മെ ശക്തിപ്പെടുത്തിയെങ്കിൽ ആ സർവശക്തനായ ദൈവം സഭയെ ഇത്രയോളം കാത്തു സംരക്ഷിച്ച ദൈവം അവരുടെ മധ്യസ്ഥതയിലൂടെ അവരുടെ പ്രാർത്ഥനകളിലൂടെ തുടർന്നും ഈ സഭയെ കാത്തു പരിപാലിക്കുമെന്നുള്ളതിന് സംശയമില്ല. Once again, we thank our beloved brother in Christ, Termeni, Gregorius Joseph Termeni, the Malankara Metropolitan, for all his efforts and his leadership on behalf of our church here in Malankara, and for preparing for our visit here and taking care of everything. On behalf of the accompanying Metropolitans who are with us, His Eminence Mor Khlimis Daniel, Metropolitan of Beirut, His Eminence Mor Joseph Bali, the Patriarchal Assistant, and His Eminence Mor Augin Al-Khouri, the Secretary, and His Eminence Mor
Marcos Christoforos, our secretary for the affairs of the church in India, and many other metropolitans who were prepared to come, but because of the situation in Syria, they had to cancel last minute. On their behalf, I would like to thank Termeni, all our beloved Termeni Marel metropolitans here, the church officials for organizing this trip, this visit to you, and for allowing us to be here on this important day. May God bless all of you and reward you with his heavenly rewards. നമ്മുടെ ഈ സന്ദർശനത്തിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത മലങ്കര മെത്രാപ്പൊലീത്ത അഭിവന്യ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയോടും അതോടൊപ്പം തന്നെ പരിശുദ്ധ സഭയുടെ ഭാരവാഹികൾ, സഭാമക്കൾ എല്ലാവരോടും എന്നെ അനുഗമിക്കുന്ന അഭിവന്യ പിതാവായ മോർ ദാനിയേൽ ക്ലീമീസ് തിരുമേനി, അതോടൊപ്പം തന്നെ ജോസഫ് ബാലി തിരുമേനി, ഔഗേൻ കൂറി തിരുമേനി, മർക്കോസ് ക്രിസ്റ്റോഫോറോസ് തിരുമേനി, എല്ലാവർക്കും വേണ്ടി ഈ അഭിവന്യ പിതാവായ ജോസഫ് ഗ്രിഗോറിയോസ് തിരുമേനിക്കും സഭയുടെ ഭാരവാഹികൾക്കും എല്ലാം ഒരിക്കൽ കൂടെ ഹൃദയംഗമായിട്ട് നന്ദി പറയുകയാണ്. അതെ, മറ്റു കുറെ മെത്രാപ്പൊലീത്തമാർ കൂടെ നമ്മോട് ഒരുമിച്ച് ഇവിടെ വരുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സിറിയയിലെ പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തം അവർക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് കൂടെ ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. And I take this opportunity to ask you to please pray for our church in Syria and for the entire people of Syria, that these difficult days may pass peacefully, and what happens may be for the benefit of the Syrian people. അതോടൊപ്പം തന്നെ ഇന്ന് സിറിയ രാജ്യവും ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെയും അനിശ്ചിതത്വത്തിലൂടെയും കടന്നു പോകുമ്പോൾ ആ രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി സമാധാനവും ഒരു ഭദ്രമായ സാഹചര്യവും ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. And because of this situation, we will have to cut short our visit to Kerala this time, to Malankara, and leave in next 2 days, instead of spending some time at Mor Ignatius Deo in Maninikara. We have to go back there and to be with the people during this very difficult time. ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ യാത്ര അത് ചുരുക്കി സിറിയയിലെ ഇപ്പോഴത്തെ സാഹചര്യം നിമിത്തം എത്രയും വേഗം മഞ്ഞനിക്കര ദേറായിൽ കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കണമെന്നുള്ളതായ ആഗ്രഹം ഉണ്ട് എങ്കിൽ പോലും അവിടേക്ക് എത്രയും അടിയന്തരമായി യാത്ര ഇവിടുത്തെ പ്രോഗ്രാമുകളെല്ലാം ചുരുക്കിക്കൊണ്ട് മടങ്ങിപ്പോകേണ്ടതായ സാഹചര്യവും കൂടെയാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്. And may the grace of our Heavenly Father and our Savior Jesus Christ and the Holy Spirit be always with you, protect you and guide you to everlasting life. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നിങ്ങളേവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.